വഖദ് ഖീല ലിഅബ്ദില്ലാഹി ബിൻ ഉമറ റളിയല്ലാഹു അൻഹുമ, മഹാൻ അവരോട് ചോദിക്കപ്പെടുകയുണ്ടായി, മാ ബാലു അഹദിന യൻദുറു ഇലാ മാ ഖറജ മിൻഹു ഫിൽ ഖലാഇ. ബാത്റൂമിൽ പോയിരുന്നിട്ട് നമ്മൾ ഇരിക്കാൻ പോണത് എന്തിനാ? ബാത്റൂമിലേക്ക് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ഒഴിവാക്കാനല്ലേ. അങ്ങനെ നമ്മിൽ നിന്ന് ക്ലോസറ്റിലേക്ക് പുറപ്പെടുന്ന മുന്തുവാര പിന്തുവാരത്തിൽ കൂടെ വരുന്ന സാധനം അതിലേക്ക് നമ്മിൽ പെട്ടിറങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ അയാളുടെ അവസ്ഥ എന്ന പല ഏക്കാതു യഹുന്നു തെർഫു, അതിനെ തൊട്ടുള്ള നോട്ടം അവന്റെ കണ്ണ് അതിനെ തൊട്ട് തെറ്റിക്കാൻ അവൻ അടുക്കയാകൂല, ചിമ്പൂല, അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ അവന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ഫഖാല, അപ്പൊ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ പറയാണ്, അന്നൽ മലക്ക് യഖൂലു, അപ്പൊ അവരോട് മലക്ക് പറയും. അപ്പൊ സംശയമുണ്ട്, ബാത്റൂമിലേക്ക് പോകുമ്പോ മലക്കോന്റെ കൂടെ ഉണ്ടാവുമോന്ന്. അവന്റെ കൂടെയുള്ള മലക്ക് ഉണ്ടാവും. നന്മ തിരുമളൊക്കെ എഴുതണം, റഹ്മത്തിന്റെ മലക്ക് ഇത് വിട്ടേക്കൂലെ, ഒരു പുറത്തുനിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ മലക്കോട് ഇങ്ങനെ പറയും, ഒന്നുർ ഇലാമാ ബഖിൽത ബിഹി അലാ ഇഖ്വാനിക ഇലാമാ ദാ സ്വാറ. ഇത് ഒരാൾക്കും കൊടുക്കാതെ നീ ലുബ്ധനായി ജീവിച്ചു, ആർക്കും ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ആ പണവും ആ സാധനമൊക്കെ നീ തന്നെ അങ്ങ് ഭക്ഷിച്ചു. ഇപ്പൊ അവസാനം എന്തായി? ഈ കാണുന്ന മലമൂത്രല്ലേ അതായിരിക്കും അവസ്ഥ. അങ്ങനെ നോക്കി കുത്തുറണോ എന്ന് പറയും മലക്ക്. അതായി മാറി അതിലേക്ക് നോക്കിക്കോന്നു. വക്കാന മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ഖദ് സ്വാറത്ത് ഇഖ്വത്തുൻ നാസി ഫീ ഹാദ സമാനി. ഈ കാലഘട്ടത്തില് ജനങ്ങളെ സഹോദര്യത്വം, ജനങ്ങൾ സഹോദരന്മാരാണല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഹുവത്ത് സഹോദര്യത്വമായി മാറി. എന്തായി? കമിർക്കത്തി തൊബാഹി, ഒരു അടുക്കളപ്പണി എടുക്കുന്ന കുശിനിക്കാരൻ വെക്കുന്ന കറി പോലെയായി. എന്താ ഓന്റെ കറിന്റെ പ്രത്യേകത? അത് ത്വയ്ബത്തുർറീഹി വലാ തുഴ്മലഹ, നല്ല വാസനയൊക്കെ ഉണ്ടാവും. അത് കേട്ടങ്ങനെ വെള്ളോറും തൊള്ളിയിലും നല്ല വാസനയാണ്, നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു, തനിയെ കൊതിയൂറും, അങ്ങനെയുള്ളൊരു വാസന ഉണ്ടാവും. പക്ഷേ അത് രുചിച്ചു നോക്കുമ്പോൾ ഒന്നിനും കൊള്ളില്ല, ഒരു രുചിയില്ലാത്ത കറി എന്നതുപോലെയാണ് ഇന്നത്തെ കാലത്തുള്ള സഹോദരന്മാരൊക്കെ സ്വഭാവം. കാണാൻ അങ്ങനെ നല്ല രസാ, കൂട്ടുകൂടാനും പാടില്ല, പക്ഷേ ഉള്ളു കൊള്ളയാ എന്നാ പറഞ്ഞതിനർത്ഥം. അതല്ല വേണ്ട, രഹസ്യം പരസ്യമായിട്ട് ഒരുപോലെ ആവണമെന്ന. വക്കാനൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി യഖൂലു, മഹാൻ പറയുന്നു. എന്താ മഹാൻ പറയുന്നറിയോ? മിൻ ശറത്തി സിദ്ഖി ഫിൽ ഉഖുവത്തി, സഹോദരത്വം ഉണ്ടാവുക എന്നതിലുള്ള ഒരു യഥാർത്ഥ സത്യത്തിന്റെ നിബന്ധനപ്പെട്ടതാണ് ഐ യുക്രിമ ശഖ്സു അഖാഹു, തന്റെ സഹോദരനെ ഒരു വ്യക്തി സഹായിക്കുക, ആദരിക്കുക. എപ്പോ? ഇദഫ്തഖറ, അവൻ സാധു ആയാല്. അക്തറ മിമ്മാക്കാന യുക്രിമു ഹാലൽ ഖിന, കൂട്ടുകാരൻ സമ്പത്തുള്ള സമയത്ത് അവൻ എത്ര കണ്ട് ആദരിച്ചിരുന്നോ ആ ആദരവിനേക്കാൾ കൂടുതൽ സാധു ആകുമ്പോൾ ആദരിക്കേണ്ടതുണ്ട്. അതെന്താ? ഒതാലിക്ക, അങ്ങനെ ആദരിക്കേണ്ടി വന്നതിൽ അന്നൽ ഫഖർ അസ്റ മിനൽ ഖിന, സമ്പത്തിനുള്ളവരെ സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠത ദാരിദ്ര്യമാണ്. വസാഹിബു ഹഖ് ബിൽ ഇക്റാമി ഹൈസുൽ മഖാം, സ്ഥാനം നോക്കുമ്പോൾ നാളെ മഹ്ശറ ലോകത്ത് ചെല്ലുമ്പോൾ സ്ഥാനം ഫക്കീറിനാണ്. ആ ഭാഗത്തിൽ കൂടെ നോക്കുമ്പോൾ ആദരിക്കൽ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആൾ സാധുവായ മനുഷ്യനാണ്. ലാ മിൻ ഹൈസു ഹാജത്തിൽ ഫഖർ, സാധുവായി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം കിട്ടണം, ആ നിലയിലല്ല. സാധുവായിട്ട് കിട്ടാവുക എന്ന അവസ്ഥയിലല്ല, മക്കാവ് നോക്കിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സാധു ആകുന്ന ആളെയാണ് കൂടുതൽ ബഹുമാനിക്കേണ്ടത്. നമുക്ക് കണ്ടുകൂടല്ലോ, നമുക്ക് സമ്പത്തുള്ള ആൾക്കാരെയും കാണാൻ ചുരുക്കുള്ള ആൾക്കാരെയും നടപ്പിരിപ്പൊക്കെ നല്ല പൗറൊക്കെ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. സാധു മനുഷ്യനെ ആർക്ക് വേണം? എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഓനാ സ്ഥാനം, അത് നോക്കുമ്പോൾ ഓനാണ് ബഹുമാനിക്കേണ്ടത്. വക്കാന അബൂ മൂത്തിയ റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുമായിരുന്നു, ലഖദ് അദ്റക്ന അന്നാസ, ജനങ്ങളൊക്കെ നമ്മൾ കണ്ടു,
എത്തിച്ചു. وهم يتحادون بالمماليك والبراذين والدبر والأطباق من المال. സാമ്പത്തികമായിരിക്കുന്ന കൂമ്പാരങ്ങളെ കൊണ്ടും വീടുകളെ കൊണ്ടും നേതാക്കന്മാര്, വിധികർത്താവ്, നായകന്മാര് ഇവരെ കൊണ്ടും അടിമകളെ കൊണ്ടും ഒക്കെ പിന്തുടരുന്നതുമായിട്ടാണ് ജനങ്ങൾ നമ്മൾ കണ്ടിരുന്നത്. എന്ന വസാറു അല്യോമ ഇന്ന് ജനങ്ങള് പിന്തുടരുന്നത് തഹാദ്ദൂന അവര് പിന്തുടരുന്നത് എന്തുകൊണ്ട ബിൽ ഖുബ്സി വത്തആമി ഭക്ഷണം, പൊറാട്ട, റൊട്ടി ഇതുമായി പിന്തുടരുകയാണ്. വാങ്കരീബും യതുറുകുന്നാസു ദാലിക ഈ പറയുന്ന റൊട്ടിയും ഭക്ഷണവും ആർക്കും കൊടുക്കുന്നില്ല. തന്റെ സാധുക്കളായ ജനങ്ങളുണ്ട് ഇവിടെ. ആ ജനങ്ങളൊക്കെ അടുത്ത കുടുംബക്കാരൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓലിങ്ങനെ സ്വന്തം നിന്ന് നടക്കുകയാണ്. പഴയ കാലത്ത് അങ്ങനല്ല, എല്ലാവരും തമ്മിൽ ബന്ധം ഉണ്ടായത്. ഇപ്പൊ ബന്ധമല്ല എന്നർത്ഥം. ഓ യുമീത്തൂന സുന്നത്ത സലഫ് ബിൽ കുല്ലിയ മൊത്തത്തിൽ കഴിഞ്ഞുപോയ പൂർവികന്മാരുടെ എല്ലാ നടപടിക്രമങ്ങളും എല്ലാ ചര്യകളും ഇവര് മരിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. വഖദ് കാന അഹദുഹും യതഅഹദു ഔലാദ അഖീഹി മിൻ ഹീനി യർജിഉ മിൻ ജനാസത്തിഹി ഇലാ ഹീനി ബുലുഉഹിം റുശ്ദഹും. പണ്ട് കാലങ്ങളിലൊക്കെ സഹോദരന്മാര് ആരെങ്കിലും ഒരാള് മരിച്ചുപോയാൽ ആ മരിച്ചുപോയ കുട്ടികളുണ്ടാവും, അയാളെ മക്കളെ ശരിക്കും ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോ അയാളെ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി മറമാടിക്കഴിഞ്ഞ് മടങ്ങിയോടം മുതൽ ആ മക്കൾ പ്രായപൂർത്തിയായി എത്തുന്നതുവരെ നല്ല രൂപത്തിൽ പ്രായപൂർത്തിയായി എത്തണം. അത് വരെ പോലെ സംരക്ഷിക്കുന്ന പണി തന്റെ കൂട്ടുകാർ ഏറ്റെടുത്തിരുന്നു. ഇന്ന് അങ്ങനൊന്നുമില്ല, എന്ന മാറ്റമായി. അസാറന്നാസി അൻസാഹിദുഹും ഔലാദാഹിഹി അഖിലഹു അസ്ലാ. ഇന്നത്തെ നോക്കുമ്പോൾ ജനങ്ങളൊക്കെ എന്തായി പറ്റേ പരസ്പരം മറന്നുപോയി. തന്റെ കൂട്ടുകാരെയും മക്കളെയും ശ്രദ്ധിക്കുന്നില്ല, തന്റെ കുടുംബക്കാരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പോകുന്നൊരു പോക്ക് അങ്ങനെയായി മാറി. വക്കാന ഇബ്രാഹിം തീമി റഹ്മഹുല്ലാഹു തആല യഖൂൽ മഹാൻ പറയുമായിരുന്നു, അർറജ്ലു ബില്ലാഹി ഖവാരിൻകിൽ യമീനി ബിലാ ശിമാൽ. ഒരു സഹോദരനില്ലാത്ത ഒരാളെ ഉപമ ഏതുപോലെയെന്നറിയാം. അയാൾ ഇടത് കൈ തുണയില്ലാത്ത വലത് കൈന്റെ മാതിരിയാണ്. നമുക്ക് രണ്ട് കൈ അല്ലാഹ് തന്നു, ഇടത്തും വലത്തും തന്നു. രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാർ രണ്ട് കൈകൾ. അപ്പൊ ആ ഒരു കൈ ഇടത് കൈയിൽ പോയ വലത് കൈ എന്തായിരിക്കും? ഇടത് കൈ ചെയ്യേണ്ട പണിയൊക്കെ വലത് കൈ ചെയ്യേണ്ടി വരും. വലത് കൈയിന്റെ പണി എടുക്കണം, അതോടൊപ്പം തന്നെ ഇടത് കൈ എടുക്കുന്ന പണി വലത് കൈ എടുക്കേണ്ടി വരും. മാത്രമേ കൂട്ടുകെട്ടിന് ആരുമില്ല എന്നതുപോലെ കൂട്ടുകെട്ടില്ലാത്ത ഒരാൾ ഇങ്ങനെ പോണ്, അയാൾക്ക് ആരുമില്ല. എല്ലാതും അയാൾ വഹിക്കേണ്ടി വരും, നോക്കേണ്ടി വരും എന്നർത്ഥം. വഖദ് കാന അബൂ മുആവിയത്തുൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയാ, മുമ്പരായിരുന്നു യൻഹത്തുൽ ഹിജാറത്ത വയതഖവതു മിൻഹാ. കല്ല് തുറന്നുണ്ടാക്കി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും. അത് തുറന്നുണ്ടാക്കിയിട്ട് മൂപ്പര് അതിന്റെ പണം എടുത്തിട്ട് അല്ലെങ്കിൽ അതിന് പകരം ഭക്ഷണം നോക്കും. അപ്പൊ ഒരു ജോലി ഉണ്ട്, കല്ല് തുറക്കണ പണിയാ. കല്ലുകൾ തുറന്നുണ്ടാക്കിയിട്ട് അതിനാൽ ചെലവ് ചെയ്യുന്ന ആളായിരുന്നു മൂപ്പര്. അങ്ങനെ പരമ്മ കബുറ അദ്ദേഹം വയസ്സനായപ്പോ കാരൂലഹു ജനങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, അന്നക്ക കത് കബുർത്ത അജസ്താൻ ദാലിക്ക, ഇപ്പൊ വയസ്സായി, മാത്രമല്ല നിങ്ങളിപ്പോ കല്ലം തുറക്കാനും വേറെ പണിക്കാരൊന്നും കഴിയൂല എന്ന് പറഞ്ഞപ്പോ കാല മൂപ്പര് പറഞ്ഞ മറുപടിയുണ്ട്. അതാ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. ചെറുപ്പക്കാർക്ക് വെറുതെ ഒത്തിരി നടക്കല്ലേ. എന്താ മഹാൻ പറഞ്ഞറിയോ? വല്ലാഹി ഇന്ന നഹത്തൽ ഇജാറത്തി ഇന്ദി അഹ്വനു അലദ് മിൻ സുആലിൻ നാസി. ജനങ്ങളോട് യാചിച്ച് നടക്കുന്നതിനേക്കാൾ എളുപ്പമായതും നിസ്സാരമായതും രസകരമായതും എന്താ അറിയോ? എന്റെ അഭിപ്രായ പ്രകാരം നോക്കി ഈ കല്ല് തുറന്ന് പണിയെടുത്ത് ജീവിക്കലാണ്. അതൊരു അഭിമാനം ഉണ്ട് എന്നർത്ഥം. അപ്പൊ എന്ന് വെറുതെ ബസ് സ്റ്റോപ്പുകളിലും റോഡുകളിലും അലഞ്ഞും തിരിഞ്ഞും നടന്ന് മൊബൈൽ നെക്കി കളിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോളി. സ്വന്തം ജീവിതം നോക്കുക എന്നല്ലത് എങ്ങനെ പണ്ട് ജീവിക്കണം. ചോദിച്ചുകാണ്ട് കടം വാങ്ങിയിട്ടും അല്ലാതെ എങ്ങനെ നടന്ന് ജീവിച്ചത് കാര്യമല്ല. വകാന സുഫിയാനു സൗരി റഹിമഹുല്ലാഹു തആല യുക്രിമു ലഹബ വൽ ഫില്ലത ബൈന യദൈഹി വയഖൂലു ലൗലാ ഹാദാ ലതമന്ദറന്നാസു ബിനാന. എന്താ പറഞ്ഞത്? മഹാനവർഗ സ്വർണം വെള്ളി മൂപ്പരം മുന്നിൽ വെച്ചിട്ട് ആദരിക്കുമായിരുന്നു. അങ്ങനെ ആദരിച്ചിട്ട് പറയുന്ന മൂപ്പര് അറിയാം, ഇതില്ലായിരുന്നുവെങ്കിൽ സ്വർണം വെള്ളില്ലെങ്കിലേ നമ്മളൊക്കെ ജനങ്ങളാകെ എന്താകും മെയിൻറ്റെയിൻ ചെയ്യാതെ പോകും അർത്ഥം.
അപ്പൊ അതിനെ ആദരിക്കണം. ആ നിലക്കുള്ള ആദരവാണ്. അപ്പൊ അത് കാണുമ്പോൾ പിന്നെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. അതൊക്കെ ഒരു തന്ത്രങ്ങളാണ്. വല അൻ ഖലഫ ബാദി, എന്നിട്ട് മഹാൻ പറയാ വല അൻ ഖലഫ ബാദി സലാസീന അൽബി ദീനാരിൻ ഉസ്അലു അൻഹാ യൗമൽ ഖിയാമത്തി അഹബ്ബു ഇലയ്യ മിൻ അൻ നഖിഫ അലാ ബാബി അഹദിൻ അസ്അലുഹു ഹാജത്തൻ. ഞാനൊരു 30,000 ദീനാറോടെ സൂക്ഷിച്ചു വെച്ചു ഞാൻ മരിച്ച ശേഷം. ആ ദീനാറിനെ കുറിച്ച് അല്ലാഹു തആല നാളെ മഹ്ശറിൽ ചോദിക്കും. ആ നിലയിൽ ഞാനിവിടെ ഇട്ടേച്ചു പോവുകയാണെങ്കിൽ എല്ലാവരുടെ വാതിക്കലും ചെന്ന് എന്റെ ആവശ്യ നിർവ്വഹണത്തിന് വേണ്ടി ചോദിച്ച് നടക്കുമ്പോൾ അങ്ങനെ വാതിക്ക് പോയി നിൽക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഇത് തന്നെയല്ലേ എന്ന് മഹാൻ പറഞ്ഞത്. യാചന നല്ലതല്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇന്നൊക്കെ കണ്ടുകള് നല്ല ആരോഗ്യമുള്ള ആളുകൾ യാചിക്കാൻ നടക്കും. അതൊരു പണിയാക്കി മാറ്റിയിരിക്കുക. വകാന മൈമൂൻ ബിൻ മെഹ്റാൻ റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, മൻ കാന നാസു ഇൻദഹു സവാഅൻ, ഒരു ചങ്ങായിന്റെ അടുത്ത് ജനങ്ങൾ എല്ലാവരും ഒരുപോലെ സമാ. എന്നാ പിന്നെ വലൈസലഹു സദീഖുൻ, ഒരു കൂട്ടുകാരില്ല. ആരാ ഓരോ കൂട്ടുകാർ? സദീഖാകുമ്പോ അങ്ങനെ സമാകാൻ പറ്റില്ല. ഇതെല്ലാവരും സമന്റെ അടുത്ത്. വമല്ലം യസ്അലൻക ബിൽ വദവാതി വയസ്ലുക ബിൽ വസയാതി ഫഅദുഹു മിനൽ അംവാതീന. നേരം പുലരുമ്പോൾ നിന്നെക്കുറിച്ച് യാതൊരു ചോദ്യം ചോദിക്കാത്തൊരു മനുഷ്യൻ, വൈകുന്നേരമാകുമ്പോ നീയുമായി ചേരാത്ത മനുഷ്യൻ, ഒരു ബന്ധമല്ല. അത്തരം ആളെ പറ്റി നിനക്ക് ചിന്തിക്കാം. നീ അവരെ പറ്റി എണ്ണിക്കോ, മരിച്ചവരുടെ കൂട്ടത്തിലായിട്ട് എണ്ണിക്കോ, പറഞ്ഞു ചിന്തിക്കണ്ട. അതിനൊക്കെ അർത്ഥം എന്താ? കൂട്ടുകെട്ട് നല്ലതായിരിക്കണം. ഓ കൊല്ലു മല്ലം യഅ്ദുക ഇദാ മരിത്ത, നീ രോഗിയായപ്പോ നിന്നെ വന്ന് സന്ദർശിക്കാത്തവരൊക്കെ അവരെല്ലാം വലൻ യുതിഹിഫുക ഇദാ ഇഹ്തജത, നിനക്ക് വല്ല ആവശ്യം വന്നപ്പോ ഒരു സമ്മാനം തരാത്തവൻ. വലം യസുർക ഇദാ ഖസർത അൻ സിയാറതിഹി, നീ നിന്റെ കൂട്ടുകാരനെ പോയി സന്ദർശിക്കലിനെ തൊട്ട് നീ എന്തായി ചുരുക്കി വെച്ചു, അവൻ വന്ന് നിന്നെ സന്ദർശിക്കുന്നില്ല. ഈ നിലപാടിലുള്ള മനുഷ്യനാണെങ്കിൽ ഫഹുവ, അപ്പോൾ അവനെ പറ്റി പറയാൻ ഇഖ്വാനി ത്വരീഖി, വഴിയിലൂടെ പോകുമ്പോൾ കൂട്ടുകാരെന്നേ പറയാൻ പറ്റുള്ളൂ. വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കൂട്ടുകാർ സംസാരിക്കുക, ആര് സംസാരം കരുതിയാൽ മതി. അങ്ങനെയുള്ള കൂട്ടുകാരനാന്ന് കരുതിയാൽ മതി, ആറൊന്നും കരുതണ്ട. എന്നിട്ട് തുമ്പ യുൻഷിദു ഖൗല, പിന്നീട് മഹാനവറുകൾ ഈ പാട്ടങ്ങ് പാടും. എന്ത് പാട്ട്? ഹലാ ദഹബത് തദമ്മുമു വൽ വഫാഉ വബാദ റിജാലുഹു വബഖിയൽ അസാഉ. ഉസാഉ അസാല ഉസാഉ. അല അറിയണേ, ദഹബത് തദമ്മുമു വൽ വഫാഉ, കാര്യങ്ങളൊക്കെ നേരാൻ വണ്ണം പൂർത്തിയാക്കി വീട്ടുകയും ലജ്ജയും നാണയമുള്ള മനുഷ്യന്മാർക്ക് പോയി. വബാദ റിജാലുഹു, അതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മരിച്ചുപോയി. വബഖിയൽ ഉസാഉ, ഇപ്പോൾ ചപ്പ് ചവർ അവശേഷിക്കുന്നു, വേറൊന്നുമില്ല. വഅസ്ലമനി സമാനു ഇലാ ഉനാസിൻ കഅന്നഹും ദുബാബു ലഹും അവാഉ. കാലം എന്നെ ഒരു കൂട്ടം ജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു പോയി. എങ്ങനത്തെ ജനങ്ങളറിയോ? അവർ ചന്നായ്ക്കളെ പോലെയാണ്. ചന്നായ്ക്കൾ ഓളിയിട്ട് അട്ടഹസിക്കൂലെ എന്നതുപോലെ ഓളിട്ട് ജീവിക്കുന്ന കുറെ ചന്നായ്ക്കളെ പോലുള്ള ജനങ്ങളാ. അവരിലേക്കാണ് എന്നെ കാലം വിട്ടേച്ചു പോയത്. ഞാൻ കുടുങ്ങി. ഇദാ മാ ജിഅ്തുഹും യതവകഊനി കഅന്നി അജ്റുബുൽ അദാഉ. ഞാൻ ഈ ഇത്തരം ആളുകളടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ കൊണ്ട് ഓരിയിടും. എന്റെ കാര്യത്തിലാണ് വീട്ടിനെ ഇറപ്പാക്കുമല്ലോ. അപ്പൊ ഞാൻ ഏതുപോലെ അവയവങ്ങൾക്ക് ചൊറി പിടിച്ച് രോഗിയായവനെ പോലെ ഉണ്ടാവും ഞാൻ. ആ രൂപത്തിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ. അവരിങ്ങനെ കണ്ട അറപ്പും വെറുപ്പായിട്ട് നടക്കൂലേ. അൻഹും ജനങ്ങളെ തൊട്ട് എനിക്ക് ആവശ്യം തീർന്നു കഴിഞ്ഞ് എനിക്കൊരു ആവശ്യമൊന്നുമില്ല. അതിമാത്രം സമ്പത്തും കാര്യമൊക്കെ ഉണ്ടെങ്കിലോ അപ്പൊ കൂട്ടുകാരെല്ലാരും ഉണ്ട്. വല്ല വലാലും മുസീബത്തുവർക്ക് സഹായിക്കണ്ടേ? അപ്പൊ ആരുമില്ല, അപ്പൊക്കെ ശത്രുക്കളാണ്. ഇതാണ് ഇപ്പത്തെ ലോകത്തിന്റെ അവസ്ഥ. അഖൂലു വലാ ഉലാമു അലാ മഖാലി
അലൽ ഇഖ്വാനി കുല്ലുഹുമുൽ അഫാഉ. ഞാൻ പറയുന്നു, സഹോദരന്മാരുടെ മേലിൽ ഞാൻ വല്ലതും പറഞ്ഞാൽ അതിന്റെ മേലെ എന്നെ ആക്ഷേപിക്കപ്പെടാനൊന്നുമില്ല. കുല്ലുഹുമുൽ അഫാഉ, അവരെല്ലാവരും നശിച്ചുപോയി, ഒരു പൊടി പോലും ഇവിടെ ഇല്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് മഹാൻപാടി. അങ്ങനെ ഈ സ്വഭാവം അവിടെ കഴിഞ്ഞു. ഫഅലം ദാലിക യാ അഖി, എന്റെ സഹോദരാ, നീ ഒന്ന് അറിയണം. ഫത്തിസ് നഫ്സക, നിന്റെ ശരീരം, നിന്റെ മനസ്സൊന്ന് നീ പരിശോധിക്കും. വൻളുർ ഹൽ ആമൽത ഖത്തു ഇഖ്വാനക ബിഹാദിഹിൽ മുഅമലാത്തി, നമ്മുടെ ഇവിടെ ചെയ്ത ഈ സ്വഭാവങ്ങളിൽ പറഞ്ഞ ഇടപാടുകളുമായി നിന്റെ സഹോദരന്മാരായിട്ട് നീ അങ്ങനെ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. അതോ വറത്ത വിദാലിക ജഗലമ ബുഖ്ലൻ, വിവരക്കേടും ലുബ്ധതയുമാണോ അവരിൽ നീ വീഴ്ച വരുത്തിയത് ആലോചിച്ച് നോക്ക്. വലാ തദ്ദഇ അന്നക മിനൽ സ്വാലിഹീന ഖത്തു, ഒരിക്കലും നീ സദ്വൃത്തരിൽപ്പെട്ടവരാണെന്ന് വാദിക്കണ്ട. വലോ അമിൽത ബിഅഅമാലിഹിം, അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തിട്ടാണെങ്കിലും പറയാണ് ഞാൻ സ്വാലിഹ് എന്ന് പറയാൻ നിൽക്കണ്ട. ഫഫ്ഹം യാ അഖി, നല്ലോണം മനസ്സിലാക്കേണ്ട സഹോദര. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.